ഇത് നമുക്ക് ഇന്ത്യൻ മൂസമ്പി, തായ്ലൻഡ് മൂസമ്പി എന്നൊക്കെ പറയില്ലേ, അതിൽപ്പെട്ടത്. ഇതെന്താ കായകൾ, ഇതാ കായകൾ. പച്ചയിൽ മധുരം ഉണ്ടാവും. ഇപ്പോൾ ഈ ടൈമിൽ തന്നെ കഴിച്ചാൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇതൊക്കെ തന്നെ എവിയാർക്ക്. ഇത് നമുക്ക് തായ് പിങ്ക് പേരയാ. നമ്മളിവിടെ നിലത്ത് നട്ടാ തായ് പിങ്കിൻ്റെ ചെറിയ ചെടികളുണ്ട്, നിറയുണ്ട്, കാച്ച തന്നെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നിലത്തിട്ട് പഴം കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും വരികയാണ്. ഇതിങ്ങനെ ഓൾ സീസണിൽ എല്ലാ സമയത്തും കായ്ക്കും. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റ്. 400 ഗ്രാം വലിപ്പത്തിൽ വരികയും ചെയ്യും. നല്ല മധുരമുണ്ട്, അത് കഴിക്കാനുള്ള ഒരു മധുരം. ഇത് നമുക്ക് മിൽക്ക് ഫ്രൂട്ട്. ഇതിന്റെ നിങ്ങളിവിടെ ലെയർ ചെയ്യണ്ടോ? ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾക്ക് പഴം കഴിഞ്ഞു, ഇപ്പോൾ 1-2 ഉള്ളൂ. ഇനി പൂത്ത് വരുന്നതാ, ഇതാ പൂക്കൾ വരണം, പൂത്ത് വരുന്നുണ്ട്. ഇത് ഒരിക്കൽ കഴിഞ്ഞു, പഴം കഴിഞ്ഞ് വീണ്ടും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിയറ്റ്നാം സൂപ്പർ ലീഗ് അയച്ചെടുക്കണമെങ്കിൽ അതെല്ലാം ചക്ക ഞാനൊരു 10-ഓളം വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇതാ നിലത്ത് എന്താണ്ട് കൊഴിഞ്ഞു പോയിട്ടും ചക്ക വെട്ടിയെടുത്താണ്ട് എന്താ ചക്ക ഇറക്കും, ചക്ക ഇറക്കുന്നു, മൂത്തിട്ടുണ്ട്, ഇതാ മൂക്കാനാവണം. ഇതൊക്കെ ചക്ക തന്നെയാണ്. ബാംഗ്ലൂർ പപ്പായ 4 കിലോനൊക്കെ വരും. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തേക്ക് ഫുള്ളായി. ഇതേതാ ചാമ്പത്? ഇത് തായ്ലൻഡ് റെഡ്. ചാമ്പ. ഇത് ആകണുള്ളൂ, ചാമ്പകളൊക്കെ ആകണുള്ളൂ, പൂക്കണുള്ളൂ, പൂക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതാ ചാമ്പ അതിൻ്റെ ഉള്ളിൽ കാണുന്നു. ചാമ്പ വന്നുകൊണ്ടിരിക്കുന്നത്, പഴം വന്നുകൊണ്ടിരിക്കുക, ആയിക്കൊണ്ടിരിക്കണം. ഇത് നീളത്തിലുള്ള ചാമ്പക്കാണോ? നല്ല നീളം വരുത്, നല്ല വലുപ്പം വരുന്നത്. ഇതെന്താ അതുണ്ട് അതിൻ്റെ ഉള്ളിൽ കളറ് ചെറിയ പിന്നല്ലേ ആയി വരുന്നല്ലേ ഉള്ളൂ. പഞ്ഞു പോലെയല്ല, പഞ്ഞു പോലെ ചവയൊന്നും തന്നെ ഇരിക്കില്ല. ഇത് കറുകറുങ്ങനെ ഇരിക്കുക, നന്നായി ചവയ്ക്കാൻ, നന്നായി കഴിക്കാനുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് ലെയർ ചെയ്ത തൈകളുണ്ട്, ഇങ്ങനെ തന്നെ ലെയർ ചെയ്തെടുക്കുന്നുണ്ട് തൈകൾ. അതിൻ്റെ മുകളിലൊക്കെ തന്നെയാണ് വരുന്ന പഴങ്ങളാവണുള്ളൂ. ഈ കാണുന്നതെല്ലാം ജംബോ റെഡിൻ്റെ ചെടികളാണ്. ഇത് നമുക്ക് വെറോളി ഞാവള് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറുപ്പത്തിലേ കായ്ക്കുന്നതാണ്. ബ്ലാക്ക് അല്ല, ഇത് ബഡാണെന്നോ അല്ലേ? അതെ, ബ്ലാക്ക് അല്ല, റെഡും അല്ല, ബ്ലാക്കും ഇല്ലാത്തൊരു കളറാണ്. ഒരു 2ന്റെ അടിയിലുള്ള ഒരു കളറാണ്. ഇതെല്ലാം നമുക്ക് ജ്യൂസായി പറഞ്ഞ ഇതാണ് 2 കിലോ വരുന്ന മാങ്ങ. ആ സാധനം പൂത്തിട്ടുമുണ്ട്. ചെറുപ്പത്തിലെ പൂക്കണം. ഈ ജ്യൂസായി പറഞ്ഞ ഒരു വെറൈറ്റി ചെറുപ്പത്തിലേ പൂക്കും. ഇത് വലിയ വലിപ്പമൊന്നുമില്ല, ഇതിൽ തന്നെ പൂത്ത് കണ്ടില്ല. അപ്പോൾ ഇത് നമുക്ക് 2 കിലോ സൂപ്പ് വയ്ക്കുവാനും വെച്ചിട്ട് ഒന്നും കൂടി നല്ല മാങ്ങിയത് ഈ ജ്യൂസായി പറയണത്. ഇത് നമ്മൾക്ക് വന്നിട്ട് ഇന്ത്യൻ മൂസമ്പി. ഇതാണ് ഇന്ത്യൻ മൂസമ്പി. ഇത് കായ്ച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല, അവിടെ തോട്ടത്തിൽ കായ്ച്ചിട്ടുണ്ട്. ഇത് ആവുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് സീറ്റ് ലൂബി. ഇതേ പൂത്ത് തൈക്കലട്ടാ. ഇത് എണ്ണാറിന്റെ അല്ല, വലിയ വലിപ്പുള്ള കായകളാണ്. ഇതെല്ലാം പൂക്കളാണ്. ഇതെല്ലാം ഈ ഇല കൊഴിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഇല കൊഴിക്കുന്നത്. അതെ അതെ, കായ്ച്ചെടുക്കണം അവിടെ. ഇതെന്താ കായ്? പഴത്തിന്റെ വലിപ്പം കണ്ട, അത് ഇപ്പൊ തന്നെ പിന്താണത്, വലിപ്പം വരുന്ന കണ്ടില്ല പഴത്തിന്റെ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള തൈ ഉണ്ടോ? ഏകദേശം ഒരു 3.5 അടി 4 അടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം സീറ്റ് ലൂബി ഉണ്ട് ഇരിക്കണൊക്കെ. അതെല്ലാം എല്ലാം പൂത്തിട്ടുണ്ട്. ഈ സീറ്റ് ലൂബിയുടെ ഈ പ്ലാന്റ് എന്തുപോലെ എടുക്കാം? ഇതൊക്കെ നമുക്ക് ഒരു 1500 റുപ്യ ആ റേഞ്ച് വരും. 1500. ഇതെന്താ ഇലയും താകിയില്ലാത്ത നോക്കണ്ട, ഇലയും താകിയും ഇല കൊഴിച്ചിട്ടാണ് ഇത് പൂക്കൾ വരുന്നത്. പിന്നെ ഇപ്പോൾ അത്ര വളമൊന്നും ഇട്ട് കൊടുക്കില്ല. മുന്തിരിപ്പേര അത് കൊലയിൽ കഴിക്കും, അറിയുന്നുണ്ട്. ഇതൊക്കെ വലിയ വലിയ ചെടികളാണ്. അവിടെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ള പേരൊക്കെയാണല്ലോ. അത്യാവശ്യം നല്ല കഴിക്കാൻ, അത്യാവശ്യം മണമാണ്, നല്ല ഫ്ലേവർ ഉണ്ട്. ജോബോട്ടിക്കാവ ഇത് മറ്റേ റെഡ് പ്രിക്കോഷനാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റ് ആട്ടാ. ഇതൊരു ചട്ടിയിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 3-4 കൊല്ലം പഴക്കമുള്ള ചെടികളാണ്. 7 വർഷം 7 കൊല്ലം ഉണ്ടല്ലേ? ഇതൊക്കെ വരുന്നുള്ളൂ, കായ് വരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ പറിച്ചിട്ട് ഒരു നമ്പ് കായ് പോലെ കയറി ഇനി അടുത്ത പൂക്കളിലാണ് നിറയെ പിടിക്കുക. ഇതൊക്കെ തന്നെയാണ് പ്രിക്കോഷൻ ആണല്ലേ. ഇത് കായ ഇങ്ങനെ റെഡിയായി വരണം. അടിഭാഗം കണ്ട മൊരട് കാണില്ല. ഞാൻ ഈ പ്രൂൺ ചെയ്താണ് ഇത് മൊരട്ടിൽ കായകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പൂക്കൾ കായകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇവിടെയൊക്കെ നിറയെ കായ്ക്കളുണ്ട്. ഇതൊക്കെ നമ്മളൊക്കെ ബ്രൂണേക്കിങ്. ഈ വലിയ ബാഗുകളെല്ലാം ഈ കാറ്റഗറിയിലെല്ലാം ബ്രൂണേക്കിങ്ങാണ്. ഇത് പിന്നെ സാന്തോളം, അത് പിന്നെ കൊള്ളില്ല. സാന്തോള് വലിയ അഭിപ്രായം ഇല്ല ആൾക്ക്. അതൊക്കെ വെറുതെ എന്തെങ്കിലും തണലിന് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുരുല്ലാത്തേക്കല്ലേ? സീഡ് ഫ്രീ ആക്ക് കായ്ക്കാനേ ഒരു 3.5 വർഷം 4 വർഷത്തേക്ക് കാച്ചതുണ്ടായിരുന്നു. അത് കരിഞ്ഞു പോകും. അത് ആകണുള്ളൂ ബാഗിൽ. ഇതൊക്കെ ജംബോ റോഡ് തന്നെ. ഈ വലിയ ബാഗുകളിലുള്ളത് ഈ ചെറുതൊക്കെ ജംബോ റോഡിന്റെ ചെടികളാണ്. ഇത് നമ്മൾക്ക്
ഇതാണുള്ളത് ഊട്ടി വടമുറ ചെറി. നമ്മൾ സാധാ ഒരു വടമുറ ചെറിൻ്റെ അതല്ല, അത് മധുരമുണ്ട്, തക്കാളി പോലെ ഇരിക്കും, തക്കാളിയുടെ വലിപ്പം വരും. ഊട്ടി വടമുറ ചെറി പറയും. നല്ല മധുരമുണ്ട്, അത്യാവശ്യം കഴിക്കാനുള്ള മധുരമുണ്ട്. ചെറിയ ഫ്രീ ആക്കാൻ. ഇതൊരു കളറാണ്. അങ്ങനെ പല കളറുണ്ട്. ഇത് എങ്ങനെ റേറ്റ് വരുന്നത്? നമുക്കൊരു ഇത് ചട്ടിയിലുള്ള നമുക്ക് ചെറുതുണ്ട്, ചട്ടിയിലല്ലാത്തതുണ്ട്. അത് നമുക്കൊരു 600 രൂപ. ചട്ടിയിലുള്ളതൊക്കെ അതൊക്കെ ഒരു 1.5-2 വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഒരു 1500 രൂപ ആ റേഞ്ച് വരും. ഒരു 600 രൂപേൻ്റെ പ്ലാന്റും ഉണ്ട്. അതും പൊക്കം ഉണ്ടാവും. ഈ ബ്രാഞ്ച് ഉണ്ടായില്ല, പൊക്കം ഉണ്ടാവും. ഒരു 4 അടി പൊക്കം ഉണ്ടാവും ഒരു 600 രൂപേൻ്റെ. അത് അവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇന്ന് ആരകണത്? അല്ല, അത് വെള്ളം കലക്കണ ഇതാണ്. അത് ഓറഞ്ച് സീറ്റ് ഇതിൽ ബുഷ് ഓറഞ്ച് അല്ലേ? ഇതൊക്കെ ഡെൽഗാരി ചാമ്പ. ഡെല്ലാരി ചാമ്പയുടെ വലിയ തൈയിടാ. ബുഷ് ഓറഞ്ച് പറഞ്ഞ ഇതാണ്. ഇത് നമ്മളെ പുളിയുള്ള ബുഷ് ഓറഞ്ചാണത്. അതെ, പുളിയുള്ള ബുഷ് ഓറഞ്ച്. ഇതാണ് നമ്മൾക്ക് നീലം. നീലമാവൂല. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറെ നീലമുണ്ട്, പല വെറൈറ്റികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ബുഷ് ഓറഞ്ച്. എല്ലാത്തും കായുണ്ട് കേട്ടോ. അതൊക്കെ ബെങ്കനപ്പള്ളി. ബെങ്കനപ്പള്ളി പുത്ത് വെക്കാണ്ടില്ലേ, നിറയെ പിടിക്കും, നിറയെ. ഇതൊക്കെ ഇത് നമ്മളൊക്കെ ഇതും ബെങ്കനപ്പള്ളി തന്നെയാണ്. അതൊക്കെ നിറയെ പോകുന്നുണ്ട് കേട്ടോ. കടവണ്ണം കണ്ടോ? മാവിൻ്റെ ഇതൊക്കെ എത്ര കൊല്ലെത്തിയ? 4 വർഷം കഴിഞ്ഞ പ്ലാന്റുകൾ. ഇതിന് വളമിട്ട് കൊടുക്കില്ല. ഇതൊക്കെ തന്നെ ഇതാ 4 വർഷം 4.5 വർഷമായ പ്ലാന്റ്. ഇതൊരു 2 വർഷം 4 അല്ല 5 വർഷം ആവും തോന്നുന്നു. ഇതൊരു 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഫുള്ള് കായ് ഉണ്ടായിരുന്നതാണ്. ഫുള്ള് കായുള്ളതാണ്. ഇതൊക്കെ ജബോട്ടിക്കാബ. ജബോട്ടിക്കാബയുടെയൊക്കെ ഇഷ്ടംപോലെ തൈക്കളുണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് വെറൈറ്റികളുണ്ട്. അതേ ഒരു വലിയ മരം. ഇത് ഏതാ, റെഡ് ഹൈബ്രിഡാ? അല്ല, ഇത് സവാറയാണ്. സവാറയാണല്ലേ. ഇത് ജ്യൂസായി പറഞ്ഞൊരു മേഘമാണ്. ഇത് നാൻഡോക്കുമയും ഗോൾഡാണ്. അത്യാവശ്യം ഒരു 2-2.5 വർഷം 3 വർഷത്തോളം ആവുന്നു ഇത് ചെടി പിടിപ്പിച്ചിട്ട്. ഇനി വലിയ ബാഗിക്ക് ഇനി ഇത് ഒരുപാട് ഇതിൽ വെക്കാൻ പറ്റില്ല, വലിയ ബാഗിക്ക് മാറ്റുന്നത്. കടവണ്ണം കണ്ടത് നാൻഡോക്കുമയും ഗോൾഡാണത്. ഇതെല്ലാം ബനാന പിങ്കാണല്ലേ? പിങ്ക് അല്ലത്, ബനാന പിങ്ക്. പിങ്കാണത്. പിന്നെ ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇതൊക്കെ അതിന്റെ ചെടികളാണ്. ശരി. ഈ ബനാന. പിന്നെ ഇത് 4 kg. ഇതൊക്കെ ഒരു 7 അടി 8 അടിയൊക്കെ ഒരുപാട് ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടത് മൊത്തം ഏകദേശം നല്ല വലിയ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കത് കൊറിയർ ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ എത്തിച്ചു കൊടുക്കണ വല്ല പരിപാടി ഉണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല, എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ചെയ്യാം. അതായത് കൂടുതൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവർ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാം. അത് നമുക്ക് ചെയ്യാം. നമുക്ക് വണ്ടിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മെനക്കെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് എടുക്കുന്നവർ മാത്രം എടുത്താൽ മതി എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ. പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് അവിടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വരാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല. ഹൈവേ സപ്ലൈ വേണമെങ്കിൽ ചെയ്യാം. തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കാസർഗോഡ് വഴി ഇവിടുന്ന് പാലക്കാട് നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നമുക്ക് ഹൈവേ സപ്ലൈ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കും. വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക്. കൊറിയർ എന്തായാലും ഇല്ല, കൊറിയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ കൊറിയർ അതിന് ഒരു ചെടി അരച്ചെടി നമുക്കത് മെനക്കെടാൻ സാധിക്കും. അഭിയൊക്കെ അത് 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ? ഇത് ജയിൻ്റെ നമുക്ക് തോട്ടത്തിലുണ്ട്. ഇതിൻ്റെയൊക്കെ പ്ലാന്റുകളൊക്കെ അവിടെയാണ് കൂടുതൽ. ഇവരെ മദർ പ്ലാന്റ് ഒക്കെ വേറെ തോട്ടത്തിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കുന്ന കുറേ തൈക്കളുണ്ട് ഇവിടെ. കൂടുതലും അവിടെ നിന്ന് എടുക്കുന്ന തൈക്കളാണ് അവർ. അവിടെ എന്തുള്ളത്? ഇത് നമ്മൾ കാണിച്ചിട്ടില്ല, വീഡിയോ പറഞ്ഞിട്ട്. ഇതേതാ മാവ്? ഇത് ബനാന ഗ്രീൻ ആണ്. ശരി. ചെറുതാണ്, ആയി വരുന്നുള്ളൂ. മാങ്ങ ഈ വലിപ്പം വരും, ആയി വരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പൊ അടുത്ത മാസം മുതൽ പോക്കാൻ തുടങ്ങുന്നതൊക്കെ. ഇതിന്റെ കടവണ്ണൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ എത്ര നാളെത്തിയ പ്ലാന്റ്? ഇതെല്ലാം നമുക്കൊരു 3 വർഷം കഷ്ടിച്ചാവണം. എങ്ങനെ റേറ്റ് വരുന്നത്? അല്ല, അതായത് ബാഗിലാണ് 3 ബാഗിൽ. ഇതിപ്പോ നട്ടിട്ട് 6 മാസമായിട്ടുള്ളൂ. വലിയ ബാഗിക്ക് മാറ്റിട്ട് 6 മാസമായിട്ടുള്ളൂ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് ഒക്കെ നമുക്ക് ഒരു 1800 രൂപ പറഞ്ഞില്ല, 1600 രൂപ ആ റേഞ്ചിൽ. കാട്ടിമുണ മാങ്ങയൊക്കെ പിടിച്ച് വരുന്നു. അതെ, ഇവിടെ മാങ്ങുണ്ട്. കാട്ടിമുൺ മാവുകളൊക്കെ കാഴ്ച മാവുകളുണ്ടോ? കാഴ്ച പൂത്തതും മാവുകളൊക്കെ കാഴ്ച വരുന്നുള്ളൂ, പൂത്ത് വരുന്നുള്ളൂ. ഇതൊക്കെ കാട്ടിമനാണ്. അല്ല, ഇത് ബനാന. അത് ബനാന ഗ്രീൻ ആണ്. കാട്ടിമൂണ് ഇവിടെ കാഴ്ചയുണ്ട്. എല്ലാ ബ്രാഞ്ചിലും കായുണ്ട് കേട്ടോ. കാട്ടിമൂണ്ട് നല്ല മാങ്ങയാണത്.
ഇതാ പച്ചക്കും അധികം പുളിയില്ലാത്ത മാവ്. ചെറിയൊരു പുളി ഉണ്ടാവും, എന്നാലും കഴിക്കാം. പക്ഷെ മാങ്ങ നല്ല പഴുത്ത നല്ല മാങ്ങയാണ്. അപ്പോൾ നമ്മളെ ആലത്തൂർ നഴ്സറിയുടെ ഗാർഡനിൽ, അതായത് ഫാമിൽ ഒന്നേ കണ്ട, ഇതാണ് ഒരു ഫാം. ഇതിൻ്റെ അകത്തില്ലാത്ത ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഇവിടെയാണ് ഒരു മദർ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത്. ഇത് എത്ര സ്ഥലം ഉണ്ട്? ഇത് നമുക്കൊരു ഒരേക്കർ താഴെ. മാമി സപ്പോർട്ടഡ് സപ്പോർട്ടഡ് നമുക്കൊരു 5-6 വെറൈറ്റി ഉണ്ട്. കീവ് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, ലോറിറ്റോ, മേഘന, പാൻഡൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അത് കാച്ചതുകൊണ്ട് കായ്ക്കാനായതുകൊണ്ട് എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ ചെടികളും സ്ഥിരമായിട്ട് കായ്ഫലം തരുന്ന ചെടികളാണ്. ഇതെന്താ ഈ ചെടി? മട്ടോവ. ഓ, മട്ടോവ. പർപ്പിൾ കളർ. പർപ്പിൾ മട്ടോവ അല്ലേ? പർപ്പിൾ മട്ടോവ. ഇത് പുലോസ അവിടെ കണ്ടതിൻ്റെ ബാക്കി പുലോസങ്ങൾ. പുലോസ, ലോങ്കൻ, അത് സീഡില്ലാത്ത ചക്ക. സീഡ്ലെസ് ചക്ക. അത് അത് അങ്ങനെ. ഇത് അബിയു. അബിയു സീസൺ കഴിഞ്ഞു തുടങ്ങി അല്ലേ? സീസൺ കഴിഞ്ഞു. ഇത് അബിയു. ജയിൻ്റെ ആണെന്ന് തോന്നുന്നത്. അത് ഫസ്റ്റിൽ ഇത് 3 ഈൽഡ് കഴിഞ്ഞു, 2 ഈൽഡ് കഴിഞ്ഞു. ഇനി 3ാമത്തെ ഈൽഡാണ് ഇപ്പോൾ അത്. അതെന്താ അതിൻ്റെ നിറയെ അതാ വലിപ്പം അതെന്താ അതോ അതോ അതിൻ്റെ ഉള്ളിൽ അവിടെ അവിടെ ഉണ്ട്. അവിടെയും കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. വലിപ്പമുള്ളത്. ഇവിടെയൊക്കെ നിറയെ കായകളുണ്ട് കേട്ടോ. നന്നായിട്ട് കായ്ക്കണ്ടല്ലോ ഇത്. അത് നിറയെ കായ്ക്കും. ഇതിപ്പോൾ നിങ്ങൾ ഇതൊന്നുമല്ല, നിറയെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്ക് കൊമ്പ് താങ്ങാണ്ട് പൊട്ടിയൊക്കെ ഉണ്ട്. അത് ഒടിഞ്ഞു വീഴാണ്. കഥ കൊമ്പ് താങ്ങാണ്ട് കണ്ടത്. ഓ, നെറിയില് ഇതെങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്ക്. അതെ, ഇതൊരു പൊട്ടിക്കൽ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവൂലേ? അല്ല, ഇതിപ്പോ ഇതല്ല, കണ്ടമൻ ഉണ്ടാടുന്നതാ. അതെല്ലാം കഴിഞ്ഞതാ. അതാ കിടക്കുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതാണ് ഒറിജിനൽ ജയിന്റ് എന്ന് പറയുന്ന സംഭവം. പക്ഷേ ഇതൊക്കെ ചെറുപ്പമാണ്. ഫസ്റ്റ് ഈൽഡ് 2ാമത്തെ ഈൽഡ് വരെ നല്ല വലിപ്പം ഉണ്ടാവും. 3ാമത്തെ ഈൽഡ് വലിപ്പം കുറയും. ഈ കായ്ക്ക് വലിപ്പം കുറയും. എന്നുവെച്ചാൽ 2 പ്രാവശ്യം കഴിഞ്ഞില്ല. ഇനി ഇത് എങ്ങനെ ഇതാ കൊത്തി കിടക്കണം. അതേ കൊത്തിയല്ല, കിളി കൊത്തുന്നുണ്ട്. ഇത് ശരിക്കും എന്തെങ്കിലും കവർ ചെയ്തിടണം അല്ലേ? കവർ ചെയ്തിടണം. നോട്ടെ. അത് കൊത്തി, അത് അണ്ണാനോ എന്തോ കൊത്തിയാണത്. ഇത് കഴിച്ചോ? കഴിക്കാം. നല്ല വലിപ്പം, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന്റെ തൈക്കളുണ്ടോ അവിടെ നഴ്സറിയിൽ? ഓ, നിറയുണ്ടല്ലോ. കാച്ചതുണ്ട്, കായ്ക്കാനായതുണ്ട്, ചെറുതുണ്ട്, വലുത് വരെയുള്ളുണ്ട്. ഒരു 200 രൂപ മുതലുണ്ട് ഇതിന്റെ. ഇതൊക്കെ നിറയെ ഇതുണ്ട്. പിന്തള് കയറിക്കൊണ്ട് വരുന്നു, പഴുത്തത്. ഇതിങ്ങനെ കണ്ടമാനം കായ്ക്കും. ഇതൊക്കെ അതിന്റെ കായകൾ തന്നെ. വിയറ്റ്നാം സൂപ്പർ നിലത്താണല്ലോ ഫുള്ള് പറഞ്ഞാൽ. ഇത് നിലത്ത് കിടക്കുന്നുണ്ട് ചക്ക. നിലത്ത് കിടക്കാം. ഇതാ എത്ര പിടിച്ചു കിടക്കും നോക്ക്. മരത്തിന്റെ വലിപ്പം നോക്ക്. മരം ചെറുതും ചക്ക കണ്ടമാനം കയറി പിടിച്ചിട്ടുണ്ട്. എല്ലാം മുരട്ടിൽ കായ്ക്ക് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുരട്ടിൽ കായ്ക്കാൻ വേണ്ടി ഇവർ പല പണിയെടുക്കും. നമ്മൾ ഒരു പണി എടുത്തില്ല, മുരട്ടിൽ തന്നെ കായ്ക്കണം. ദുരിയൻ ചാണി പറഞ്ഞ ഒരു വെറൈറ്റിയാ. ഈ മരം അല്ലേ? ദുരിയൻ ചാണി. അതിന്റെ സീസൺ എപ്പോഴാണ് ദുരിയാൻ്റെ? ഒരു അടുത്ത മാസം മേലെ പൂക്കാൻ തുടങ്ങുള്ളൂ. ദുരിയൻ്റെ ചെടിയാണ് ഇത്. നമുക്ക് മിൽക്ക് ഫ്രൂട്ട്. നല്ല ഫ്രൂട്ട് അല്ലേ ഇത്? ഇതിന്റെ നിങ്ങൾ ഇവിടെ ലെയർ ചെയ്യണ്ടോ? ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾക്ക് പഴം കഴിഞ്ഞു. ഇപ്പോൾ 1-2 ഉള്ളൂ. ഇനി പൂത്ത് വരുന്നതാ. ഇതാ പൂക്കൾ വരണോ? പൂത്ത് വരുന്നുണ്ട്. ഇത് ഒരിക്കൽ കഴിഞ്ഞു, പഴം കഴിഞ്ഞ് വീണ്ടും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഈ മരത്തുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടുന്നുള്ളേ ഫ്രൂട്ട്. ഇത് നമുക്കൊരു ദുരിയൻ്റെ ഒരു വെറൈറ്റി. ഇത് നമുക്ക് മോസാങ്ങി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. മോസാങ്ങി. അത് റംബൂട്ടാനാണ്. അത് നമ്മൾക്ക് ഇതാണ്, എന്താണ്, റോളീനിയ. റോളീനിയ പറഞ്ഞ ഫ്രൂട്ടാണ്. ജ്യൂസായി 2 കിലോ വരും. ഒരു മാങ്ങ വന്ന് 2 കിലോ വരും ജ്യൂസായി പറഞ്ഞു. ഇതൊക്കെ അതിൻ്റെ ചെടികളാണ്, വളർത്താൻ വേണ്ടി നട്ടതാണ്. ഇത് നമുക്ക് തായ് കിങ് ഞാവള്. തായ് കിങ് ഞാവള് ഒരു ഞാവള് വന്ന് 300 ഗ്രാമൊക്കെ വരുന്ന പറയുന്നത്. നമ്മളിവിടെ കാച്ചിട്ടില്ല, കായ്ക്കാൻ ആയിട്ടുണ്ട്. കുറേ തൈകളുണ്ട്. ഉണ്ട്. ഇതിൻ്റെ വലിയ തൈകളുണ്ട്. ഇതല്ല, ഇതിൻ്റെയൊക്കെ ഇനി വലിപ്പമുള്ള അപ്പുറത്തുണ്ട്. അബി നോക്കി. ഓ, അബിയു. ഇത് മുകളിലേക്ക് ഇത് മുട്ട് കൊടുക്കണത് നല്ല കേട്ടോ, അല്ലെങ്കിൽ ഇടിഞ്ഞു നെറിയിലൊക്കെ ഏറ്റവും നെറിയിലൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല, ഇത് മരം കണ്ടിരുന്നില്ല, അത്രയും കായ് ഉണ്ടാകുന്നതാണ്. ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പിലാണ് ഇപ്പോൾ ഇതിങ്ങനെ. ഫസ്റ്റിലെ ട്രിപ്പിൽ 1 കിലോ, ഒരു 3/4 കിലോ 900 ഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പഴങ്ങൾ. കണ്ട മനം ഉണ്ടാവും. ഇതിപ്പോൾ ചെറിയ ചെറിയ പഴങ്ങളാണ്. അത് ആകണുള്ളൂ. ഇത് നമുക്ക് ബ്ലാക്ക് സർപ്പോട്ട കാച്ചമരങ്ങളാണ്. അതെ, കായ്ച്ചത്.
കാച്ചമരം ഇതെങ്ങനെയുണ്ട് ബ്ലാക്ക് സപ്പോട്ട? ടേസ്റ്റ് ആണോ? ഒരു മധുരം ഓവറായിട്ട് മധുരമില്ല, എന്നാൽ കഴിക്കാന്നുള്ള ഒരു മധുരം എല്ലാവർക്കും കഴിക്കാം. പ്രഷറുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ തോന്നുന്നു. ഒരുപാട് മധുരം ഇല്ലാത്ത കൊണ്ട് അവർക്ക് കഴിക്കാൻ തോന്നുന്നു. ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ്. കളർ ബ്ലാക്ക് തന്നെയാണ്, ചോക്ലേറ്റിന്റെ കളർ തന്നെയാണ്. ഒരു ടേസ്റ്റ് ഒക്കെ കുറെ അത് തന്നെയാണ്. വലിയ പ്ലാന്റ് അത്. ഇത് നമുക്ക് എല്ലാ റംബൂട്ടാൻ, എല്ലാ റംബൂട്ടാൻ. ഇത് നമ്മൾക്ക് കാലാപ്പതി സപ്പോട്ട. കാലാപ്പതി സപ്പോട്ട കാലാപ്പതി ഇതെന്നറിയേ പൂത്തിട്ടാ ഈ സപ്പോട്ടയ്ക്ക്. ഇതൊക്കെ കൊടുക്കാനുള്ള ചെടികളല്ലേ? എല്ലാം കൊടുക്കാനുള്ള ചെടി തന്നെയാണ്. ഇതൊക്കെ നമുക്ക് നാൻഡോക്കുമൈൻ്റെ മറ്റേ ഗോൾഡൻ കളറുള്ള ചെടിയാണ്. നാംഡോക്കുമായി ഗോൾഡ് കായ്ച്ചത്. ഗോൾഡ് ഇതെല്ലാം തന്നെയാണ്. നാംഡോക്കുമായി ഇതൊക്കെ നാൻഡോക്കുമൈൻ്റെ ഗോൾഡൻ കളർ വരുന്ന ചെടികളതൊക്കെ. ഇതൊക്കെ തന്നെയാണ്. ഈ കവർ നിങ്ങൾ എടുത്തുണ്ടോ, കൊടുക്കുന്നുണ്ടോ? അല്ല, കവറില്ല. ഒക്കെ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ചെടികൾ ഇനി ഒരുപാട് റീപോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാണ്. ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് റെഡാ? റെഡ്, പിങ്ക്. ഇതാ ദുരിയന്റെ വേറൊരു വെറൈറ്റി. ഇത് മോന്തോങ് പറഞ്ഞ ഒരു വെറൈറ്റി. ഇത് നമുക്ക് റംബുട്ടാൻ സീസർ. ഇത് കാച്ചമരം ഒരു നമുക്കൊരു 10 കായ് 9-10 കായിട്ട് 1 കിലോ വരും. നല്ല വലിപ്പം, നല്ല പ്ലസും, നല്ല മധുരമുള്ള ഒരു ഇതാണ്. ഇതൊക്കെ നമ്മൾക്ക് വന്നിട്ട് ഒരു 6000 ഉറുപ്പ്യ വില വരും. 6000-ൻ്റെ ഒരു 500 ഉറുപ്പ്യ 450 ഉറുപ്പ്യ മുതൽ നമ്മൾക്ക് ഒരു 6000 വരെ 7000 വരെയുള്ള ചെടികളുണ്ട്. ഇതൊക്കെ കാച്ച ചെടികളാണ്. ഇതൊക്കെ കാച്ച. ഇതൊക്കെ നമുക്കൊരു 5000 ഉറുപ്പ്യ. ഇതൊക്കെ നമുക്കൊരു 3500 ഉറുപ്പ്യ. ഇങ്ങനെ ഈ റേഞ്ചിൽ വരും. ഇതൊക്കെ ഒരു 3500 ഉറുപ്പ്യൻ്റെ ചെടികളതൊക്കെ. ഇതൊക്കെ അപ്പുറത്തുള്ളതൊക്കെ ഒരു വലിയ ചെടികൾ കേട്ടോ. വലിയ ചെടികളാണ് 3500 ഉറുപ്പ്യ. പല ടൈപ്പും ഉണ്ട് നമുക്കിത്. സീസറിൻ്റെ ഇതെല്ലാം സീസറാ? അതൊക്കെ സീസറാണ്. വലിയ 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2 വർഷമായിട്ട്. ഇത് സ്കൂൾ ബോയ് ആണത്. അത് സീസറല്ല, ഇത് സ്കൂൾ ബോയ് പറഞ്ഞ ഒരു വെറൈറ്റി. ഇതും അത്യാവശ്യം ഒരു 6 അടി 7 അടി മേലുള്ളതായിരിക്കും. നമുക്കൊരു 500 ഉറുപ്പ്യ റേഞ്ചുള്ള ചെടിയാണ്. 500 ഉറുപ്പ്യ വില വരുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് ഇതാ മട്ടോവ. അത് പർപ്പിളാ? അല്ല, ഇത് റെയിൻബോ ഉണ്ടോ? റെയിൻബോ മട്ടോവ പറഞ്ഞ. ഇത് കായ്ക്കുന്ന മരം? അതെ. ഇതൊക്കെ കാച്ച മരങ്ങളാണ്. അത് അവിടെ കതിര് വന്നുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. ഇത് അവക്കാഡോ ഉണ്ടല്ലോ. അവക്കാഡോ ഇതുണ്ട്, അവിടെ ഉണ്ട്. ഇത് ട്രോപ്പിക്കലാ? അതെ. ഏത് ക്ലൈമറ്റിലും കായ്ക്കും. ഇത് നമുക്ക് റെഡ് ചില്ലി. എന്ത് സാധനം? മാംഗോ റെഡ് ചില്ലി പറഞ്ഞു കഴിഞ്ഞാൽ കതിര് മറ്റേ നമ്മള് ബജി മുളകില്ലേ, അതുപോലുള്ള വെറൈറ്റി റെഡ് ചില്ലി മാംഗോ. അവക്കാടോ പൂക്കൾ കയറി വരുന്നതോ. അതെവിടെയൊക്കെ പൂത്തല്ല. ഇത് കായ ഉണ്ടാവുന്ന മരമാണല്ലോ? അതെ, കായ ഉണ്ടാവുന്ന മരമാണ്. ഇത് തന്നെ എടുക്കുന്നതാണ്. ഇത് പൂത്ത് വരണുള്ളൂ. ഇതിപ്പോ പൂക്കള് ഇനിയിപ്പോ അടുത്ത മാസം വരെ ഇതൊക്കെ പൂക്കുക. അവക്കാടോ പൂക്കുക. സബാന ചെറി. ഇതിന് സബാന ചെറി അല്ലേ? ഇതെങ്ങനെയുണ്ട് സാധനം? മധുരം ഉണ്ടോ? ഇതാണ് ചെറിയിൽ ഇത്തിരി മധുരം കൂടുതലുള്ള ഈ സബാന ചെറിയ. മറ്റേ ഇത് അബിയുന്റെ വലിയ ചെടികൾ. അതാണ് പൊക്കം കണ്ട ഐറ്റ് കണ്ട. ഇതൊക്കെ എത്ര നാളെത്തിയ മരങ്ങളാ? ഇതൊക്കെ നമുക്കൊരു 3 വർഷം ആവും. 2-2.5 വർഷം ആവണം. പൂത്തതാ. നമുക്കൊരു 1500 2000 അങ്ങനെ ആ റേഞ്ചിലുള്ള വലുതൊക്കെ ആ റേഞ്ചിലുള്ളതാണ്. ഇതെന്താ ഈ സാധനം? അത് നമുക്ക് അതിലുണ്ട്. ലില്ലിപ്പില്ലിയാണോ? സീറ്റ് കറാൻഡ ചെറി. കറാന്ത ചെറി. ഇത് പുതിയ സാധനമാണല്ലോ. ഇത് നമ്മളെ ബേക്കറി ചെറിയില്ലേ, അതിന് മധുരമുള്ളത്. ശരി. ബേക്കറി ചെറിന്റെ മധുരമുള്ള വെറൈറ്റിയാണ്. മുള്ളുണ്ടെന്നോ ഇത്തിരി? അതിൽ ബേക്കറി ചെറിക്ക് മുള്ളുണ്ടല്ലോ. പക്ഷെ അത് ബേക്കറി ചെറി നമുക്ക് പ്രോസസ്സ് ചെയ്യണം. ഇത് വേണ്ട. 200 ഉറുപ്പ്യ അവയ്ക്കോടെ ചെറി. 200 ഉറുപ്പ്യ. ട്രോപ്പിക്കൽ അവയ്ക്കോടാണ്. ഇത് കായ്ക്കും. അതുകൊണ്ടാണ് ഇത് ഇവിടെ പൂത്ത് നിൽക്കേണ്ടില്ല. ഇത് കായ്ക്കുന്ന ഒരു വെറൈറ്റി 200 ഉറുപ്പ്യ. ഇത് ലോങ്ങിന്റെ വലിയ മരം. ഇത് ലെയർ ചെയ്യുന്നുണ്ടല്ലേ? അതെന്താ ലോങ്ങ ഇതൊക്കെ ലെയർ ചെയ്ത്. ഇത് പിങ്ക് ലോങ്ങനാണ്. അതെ, പിങ്ക് ലോങ്ങനാണ്. ഇത് പൂത്ത് വരണുള്ളൂ. ഇതെല്ലാം നമ്മൾ ലെയർ ചെയ്തെടുക്കണതാണ്. ഞാൻ ലെയർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ ഇതിന്ന് ലെയർ അടിക്കുന്നതാണ്. ഇത് നമ്മൾക്ക് തായ്ക്കിങ് ഞാവളിൻ്റെ വലുത്. തായ്ക്കിങ് ഞാവളിൻ്റെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ അത് തന്നെയാണ്. ജംബോ റെഡ്. മാവ് ജംബോ റെഡ്. ഇത് കെപ്പല്. ഫ്രഷ് ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, അത് കായ്ക്കാനാവണം. കപ്പൽ ഫ്രൂട്ട്. ഇതും ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലെയർ ചെയ്യുന്ന തൈക്കളാണ്. ഇത് നമ്മൾക്ക് വന്നിട്ട് ബ്ലാക്ക് സൂർണാഞ്ചെറി. ഇതിന്റെ ചെടികൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ബ്ലാക്ക് സൂർണാഞ്ചെറി. ഇതൊക്കെ തന്നെയാണ് ബ്ലാക്ക് സൂർണാഞ്ചെറി. ഇതൊക്കെ
ഇതൊക്കെ ബ്ലാക്ക് സുവർണാഞ്ചേരി. ഇത് നമ്മൾക്ക് ചെറിയ ബ്രിയ ഗ്രാൻഡ്. ചെറിയ ബ്രിയ ഗ്രാൻഡിൽ നമുക്ക് 4-5 വെറൈറ്റി ഉണ്ട്. ഇതൊരു ഒരു ഒരു യെല്ലോ വരുന്ന ഒരു ചെറിയ ബ്രിയ ഗ്രാൻഡാണ്. ഒരു യെല്ലോ കളറിൽ വരും. അത് വിട്ട് കഴിഞ്ഞിട്ടോ മുരട്ടി കാച്ചി കണ്ടതാ. വിയറ്റ്നാം സൂപ്പർ ഏറിയാണല്ലോ. ഇത് വല്ല മുരടെ കാണുന്നുണ്ടല്ലോ. മണം വരുന്നുണ്ടല്ലോ, പറിക്കാറായിരുന്നു. അതൊക്കെ പഴുത്തതുണ്ടാവും. ഇതാണ്ടോ മുരട്ടിൽ മൊത്തം ചക്കി കിടക്കുന്നത്. ഇതാ കൊലയേറ്റ പിടിച്ച് കിടക്കുന്നത്. നല്ല മണം വരണ്ടേ? ഏതോ ഒരെണ്ണം പഴുത്തിട്ടുണ്ടെങ്കിൽ. അല്ല ഇതല്ല, അപ്പുറത്തെ കഴുത്തുണ്ടാകുക. ഇതാണ്ടോ കൊല അപ്പുറത്തും ഇതുണ്ട്, കൊലയെ കിടക്കുന്നു. ഇതിന്റെ തൈക്കൾ അവിടെ ഉണ്ടല്ലോ? ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ ഉണ്ട്. ചെറിയത് മുതൽ വലിയ തൈക്കൾ വരെ, വലുത് വരെയുള്ളതുണ്ട്. ഇതാ ഇതിലാണ് അതാ പഴുത്ത് പോയി നോക്കണ്ടേ. അതാ അതിന്റെ സ്മെല്ലാ വരുന്നത്. മാനില ടെന്നീസ് ബോൾ ചെറിയ ഉണ്ട്. അത് കായ്ക്കണല്ലേ പ്ലാന്റ്? 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കണം. ഈ ചെറിയ എങ്ങനെ ഉണ്ട്? അത് നന്നായി പഴുക്കണം, ബ്ലാക്കിൽ വരണം. അതെ, ബ്ലാക്ക് റെഡിൽ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചവർപ്പ് വരും. ബ്ലാക്കിൽ വന്ന് കഴിച്ചാൽ നല്ല മധുരമാണ്. ഇതാ ഇത് നമ്മളുടെ കോട്ടൂർക്കോണം. കോട്ടൂർക്കോണമാവും. സീറ്റ് ലൂബി. സീറ്റ് ലൂബിയുടെ നോക്കിയേ ഇഷ്ടം പോലെ തൈക്കലുണ്ട് കേട്ടോ. സീറ്റ് ലൂബി കാച്ചതൊക്കെ കാണൂല്ലോ ഇതില്. ഇതൊക്കെ വലിയ പഴം വരുന്നതാ. ഈ സീറ്റ് ലൂബിന്റെ ഒക്കെ ഇതൊക്കെ നമ്മൾ ഏറ്റവും വലിപ്പം വരുന്ന പഴങ്ങളാണ് അതൊക്കെ. ഇത് സാധാ ബുഷ് ഓറഞ്ച്. അത് സാധാ ബുഷ് ഓറഞ്ച്. അത് കായ് നിറയെ വരുന്നുള്ളൂ. കായുള്ളൂ. ഇതെല്ലാം നമുക്ക് ഇതാണ് കുളമ്പ്, മറ്റേ കോട്ടൂർക്കോണം. കോട്ടൂർക്കോണത്തിന്റെ ഇതാണ് മട്ടോവ. അതാ പൂക്കൾ. കാന്തല്ലൂർ ഓറഞ്ച്. അതെ, ഇത് കായ്ക്കുന്നുണ്ടോ ഇവിടെ? അല്ല, ഇത് കായ്ച്ചിട്ടില്ല. ഒരിക്കൽ കായ്ച്ചു. ഇത് ഒരിക്കൽ കാച്ചു പോയി. പിന്നെ ഈ പ്രാവശ്യം പൂക്കാനാവുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കാച്ചത്, അതാണ് കായ്ക്കാത്തത്. ഇത് അപ്പുറത്ത് ഇതിന്റെ ഈ ബുഷ് ഓറഞ്ചിന്റെ അപ്പുറത്ത് ഓറഞ്ചാണ്. പക്ഷെ അത് കായ്ച്ചിട്ടില്ല. ഇത് കാച്ചതാണ് ഇസ്രായേലി ഓറഞ്ച്. ശരി. ഇതാണ് മാമി സപ്പോർട്ടയുടെ വലിയ മരട്ടാ. ഇതുമൊന്നും ഇവർ ലെയർ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ കണ്ട ലെയർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ലെയർ ചെയ്ത് ഞാൻ പൂത്തത് കാണിച്ചു. മാമി സപ്പോർട്ട് പൂത്ത ഇവിടെ. പൂക്കൾ കയറി വരേണ്ടതാ. ഇത്ര ചെറുപ്പത്തിൽ ഇത് പൂക്കോ? അത് അല്ല, ഇതൊന്ന് ലെയർ ചെയ്തെടുത്തതാ. അപ്പൊ പിന്നെ പൂക്കണല്ലോ. ഇതാണ് ഈ ചിലര് ബെഡ് ചെയ്തിട്ട് ഈ പൂക്കാണ്ട് ഇതുപോലുള്ള കിട്ടും. പൂക്കാണ്ട് ഇത് ബെഡ് ചെയ്ത് ഒറിജിനൽ മരത്തുനിന്ന് കാച്ച മരത്തുനിന്ന് എടുക്കണമെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും. എല്ലാ സമയത്തും പൂക്കളുണ്ടാവും. ഇതുപോലെ പൂക്കൾ വരും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചത്, എന്തൊക്കെ ലെയർ ചെയ്ത് വെച്ചതാ. പിങ്ക് ലോങ് നമ്മളിവിടുന്ന് കട്ട് ചെയ്തെടുക്കണതാ. പിങ്ക് പോങ് അല്ലേ? പിങ്ക് പോങ് കട്ട് ചെയ്തെടുക്കണം നമ്മളിതിന്ന്. ഇത് അബിയു നിപ്പിള്. ഇതാണ് നിപ്പിൾ. നിപ്പിൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, 3 പ്രാവശ്യം കാച്ചു പോയിട്ട് 2 പ്രാവശ്യം കാച്ചു പോയി 3ാമത്തെ പ്രാവശ്യം. അപ്പോൾ ഇതൊക്കെ ചെറുപ്പം ഉണ്ടാവുള്ളൂ. സീസൺ തീരാൻ പോവാണ്. ഇത് വേറെ ഒരു അബിയാണ്. അബിന് നമുക്ക് ഒരുപാട് പറയുന്നുണ്ട്. ഇത് കുപ്പാസു. അതാ കുപ്പാസു എങ്ങനെയുണ്ട്? ഫ്രൂട്ടായോ? അത്ര മെച്ചമല്ല, ഒരുവിധം കുഴപ്പമില്ല. അതും നമുക്ക് ദുര്യന്റെ ഒരു പ്ലാന്റാണ്. ദുര്യന്റെ ഒരുപാട് സുൽത്താൻ പറഞ്ഞ ഒരു വെറൈറ്റി. ഇത് നമുക്ക് ജപ്പാൻ പേര റെഡ് ഡയമണ്ട്. പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പൂക്കൾ. ഡ്രാഗൺ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ബനാന റെഡ് മാവല്ലേ? മാവ് ബനാന റെഡ്, ബനാന ഗ്രീന്, യെല്ലോ, അമേരിക്കൻ പൾമർ അതെല്ലാം കായ്പ്പിക്കാൻ വേണ്ടി നട്ട ചെടികൾ. ഇതൊക്കെ മട്ടോവിൻ്റെ പല വെറൈറ്റികൾ. ഇതെല്ലാം മാവുകളാണ് അതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മാവുകളാണ്. സവാന ചെറി നമ്മളവിടെ കാണിച്ചില്ലേ? എവിടെ സവാന ചെറി? അതൊക്കെ സവാന ചെറി. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ സവാന ചെറി. ഇതെന്തുണ്ട് ഈ തൈ? ഇതൊക്കെ നമ്മൾക്കൊരു ഇത് കായ്പ്പിക്കാൻ വേണ്ടി നട്ടതാണ്. അതൊക്കെ നമ്മൾക്കൊരു 600 റുപ്യ. സവാന ചെറി 600 റുപ്യ. ഇതൊക്കെ നമുക്ക് നാൻഡോക്കുമായി ഗോൾഡാണ്. നാൻഡോക്കുമൈൻ്റെ ഗോൾഡ് ചെടികൾ. ഇതൊക്കെ ഇതെല്ലാം ഗോൾഡ്. അത് ഒലോ സോപ്പോ. ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ്. ഇത് ഒലോ സോപ്പോ, അത് ഒലോ സോപ്പോ. ഇനി അവിടെ ഉണ്ട് ഒലോ സോപ്പോ. ഇത് ഒലോ സോപ്പാണ്, ഇത് ഒലോ സോപ്പാണ്. ഇതൊക്കെ കാച്ച പ്ലാന്റാണ്. ഒരു 2 മാസം കഴിഞ്ഞാൽ പൂക്കാൻ തുടങ്ങുള്ളൂ. 2 മാസം 3 മാസമാണ് കഷ്ടിച്ച് 3 മാസമാണ് പൂക്കാൻ തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്ത് എടുത്ത ചെടികളാണ്. ലെയർ ചെയ്തെടുത്തതാണ്. ഇത് പിങ്ക് ലോങ്കൻ. പിങ്ക് പോങ്. ഇത് നമ്മൾക്ക് തായ് ജംബോ സർപ്പോട്ട.
അതാ സർപ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒരു സർപ്പോട്ട് നമുക്ക് ഒരു 400 ഗ്രാം ഒക്കെ വരുന്നു തോന്നുന്നത്, 400-450 ഗ്രാം ഒക്കെ വരുന്നു തോന്നുന്നത്. തായ് ജംബോ സപ്പോർട്ട് ഉള്ളിലുള്ള റെഡ് അല്ലേ, നല്ല മധുരമുള്ള. അതെ ഉള്ള റെഡ്. ഇത് ഡോക്കോങ്. ഇത് കായ്ച്ചോടാ. ഇത് ഡുക്കു പറഞ്ഞ ഡുക്കൊക്കെ അങ്ങനെ ഒരു ഫാമിലി പെട്ടതാ. എങ്ങനെയുണ്ട്, നല്ല കായ? നല്ല പഴം അത്. അതെ, ഡോക്കോങ്. ഇതിന്റെ ചെടികളുണ്ട് അവിടെ നേഴ്സറിയിൽ. അതുണ്ട്. ഇത് നമ്മൾക്ക് ദുര്യൻ തന്നെയാണ്. എന്തോ ഒരു റെഡ് പ്രോ കണ്ട ഒരു ദുര്യനാണ്. റെഡ് ബബ്ലൂസ്, റെഡ് പൊമലോ. റെഡ് പൊമലോ. ഇതാ നമ്മൾ ഇന്നൊരു ചെടി, അവിടെ ഒരു ചെടി കാണിച്ചില്ലേ, അതിന്റെ പിങ്ക് ലോങ് തന്നെയാണ്. വേര് പിടിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്തെടുക്കണത്. അതിന്റെ ചെടികളാണ് ഇപ്പോൾ അവിടെയൊക്കെ കാണിച്ചത്. അതിന്റെ ചെടികളാണ് അതൊക്കെ അതിന്റെ ചെടിയാണ്. ഇത് നമ്മൾക്ക് ഒരു ജയന്റ് വെറൈറ്റിയാണ്. അബിയു ജയന്റ് വെറൈറ്റിയാണ്. വിയറ്റ്നാം സൂപ്പർ എയർലി. വിയറ്റ്നാം സൂപ്പർ എയർലി. ഇത് ചക്ക വന്ന കേട്ടോ, ചക്ക വന്നാണ്. ഇതെന്ത് വിലയുണ്ടത്? ഇതൊക്കെ നമുക്ക് ഒരു 600 രൂപ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എവിയാർക്കുണ്ട്, സിദ്ധു ഉണ്ട്, മറ്റേ ജയ33 ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ എയർലി ഉണ്ട്. ഇതൊക്കെ ഇത് വന്നോടാ, കായ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ജയ33 ഒക്കെ. ജയ33, മാംഗോസ്റ്റീൻ, ജൻസൂര്യ പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. റെഡ് ചോള വരുന്ന അതിന്റെ ടായ ഉണ്ട്. ഇതന്നെ സാധനം. അതിന്റെ ടായ ഉണ്ട്. ഡെങ്സൂര്യ. ഫ്രീ ഗ്രേപ്പ്. ഗ്രേപ്പ്. ഫ്രീ ഗ്രേപ്പ് മുന്തിരി പോലെ കൊലയായിട്ട് പിടിക്കും. ബ്ലാക്കിലെ ഇത് കാഴ്ചയാണോ അവിടെ? ബ്ലാക്കിലെ വരിക. എങ്ങനെയുണ്ട് സാധനം? അത്യാവശ്യം കഴിക്കാം, കുഴപ്പമില്ല. അതുണ്ട്, ഇത് പൂത്ത് നിൽക്കുന്നുണ്ട്. അത് നോക്ക്, അതിന്റെ കതിര് നോക്ക്. സീറ്റ് ലൂബിയാണ്. സീറ്റ് ലൂബിയൊക്കെ ഇവിടെ തന്നെ ലെയർ ചെയ്തെടുക്കണം. അത് നോക്ക്, അതിന്റെ ചെറിയ പൂത്ത് കിടക്കുക നോക്ക്. നിറയെ പൂത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കായ് വന്നുകൊണ്ടിരിക്കുക. കായ് വന്നുകൊണ്ടിരിക്കുന്നതാണ് സീറ്റ് ലൂബി. ഇതൊക്കെ ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു മാസം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കണം. ഒരു മാസം നമ്മൾ കട്ട് ചെയ്തിട്ട് നിർത്തും. 1 മാസം 1.5 മാസം നിർത്തി വേര് പിടിച്ച ശേഷം കൊടുക്കണം. അങ്ങനെ തന്നെ കായോടെ കൊടുക്കും. അത് പനയൊക്കെ ഉണ്ടല്ലോ. എന്താ പന? അത് നമ്മൾക്ക് അബിയുവിൻ്റെ വെറൈറ്റിയാണ്. ഇത് അബിയുവിൻ്റെ വെറൈറ്റിയാണ്. ഇതൊക്കെ ജവട്ടിക്കാവ. ജവട്ടിക്കൊക്കെ കിളികൾ കൊണ്ടുപോയി അതാണ് താഴ്ത്തു വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജവട്ടിക്കാവിൻ്റെ ചെടികളാണ്. ഇതെല്ലാം തന്നെ ജവട്ടിക്കാവിൻ്റെ ചെടികളാണ്. അതൊക്കെ ഇത് കായുണ്ടല്ലോ. ഇത് ഏതാ വെറൈറ്റി? ഇത് റെഡ് ഹൈബ്രിഡ്. കായ ആകണുള്ളൂ. ശരി. ആയതൊക്കെ കഴിഞ്ഞു. അതിലുണ്ടാവും തോന്നുന്നു. ഇതുമ്പോ കുറച്ച് കായ. ഇതൊക്കെ പഴുക്കണുള്ളൂ, ആയിട്ടില്ല. പച്ചയാണ്. ഇപ്പോൾ പുളിപ്പുണ്ടാവും. ഇതിൽ കായുണ്ട്, പുളിപ്പുണ്ടാവും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇന്ത്യൻ മോസമ്പി. ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം കായ്ച്ചാണോ? ഇതൊക്കെ നമ്മൾ നട്ടിട്ട് കാത്തതാണ്. ഇത് നമ്മൾക്ക് ഈ ഉള്ളും പുറം റെഡ് സർപ്പോട്ട. റെഡ് സപ്പോർട്ട. ഉള്ളും പുറം റെഡ്. ഇത് നമുക്ക് മറ്റേ സ്റ്റാർ പുട്ട് മധുരമുള്ള വെറൈറ്റിയാണ്. ഈ റെഡ് നെല്ലി. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേറാപ്പിളിൻ്റെ റെഡ്. ബേറാപ്പിളിൻ്റെ റെഡ് കായുള്ള കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് കിട്ടിയോ ഇവിടെ? അല്ല, ഇതൊക്കെ നമ്മൾക്ക് അതിൻ്റെ ചെടികളുണ്ട്. ഇതിൻ്റെ റെഡ്. അത് വിട്ട് ഒരു മറ്റേ ഗ്രീന്, ബേറാപ്പിളിൻ്റെ ഗ്രീന്. അതെ, നല്ല വലിപ്പുള്ള കായുണ്ട്. അതൊക്കെ കായ് വലിപ്പം വരുന്നല്ലേ ഉള്ളൂ, ചെറുതെ പിന്തല്ലേ. ഇതെന്താ? ഇത് നമ്മൾക്ക് ഇത് മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെടികൾ. ഈ റെഡ് പമിലോ. റെഡ് പമിലോ. അത് കഴിഞ്ഞ് തായ് പിങ്ക് പേര. ഇത് ദുര്യൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ്. ഇതൊരു നിപ്പിൾ വെറൈറ്റിയാണ്. ഇത് അബിയുൻ്റെ. ഏതാണ് അബിയു? അബിയുൻ്റെ നിപ്പിൾ വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾക്കൊരു മൂന്ന് ഇതുണ്ട്, പഴം വരുന്നുണ്ട്. ഇതാണ് നിപ്പിൾ. നല്ല മധുരമാണ്. ഇതൊരു വെറൈറ്റി. ഇതൊരു 1/2 കിലോയോളം തൂക്കം വരും. നിപ്പിൾ വെറൈറ്റിയൊക്കെ 150-200 ഗ്രാം കിട്ടുക. ഇതൊരു 1/2 കിലോ വരും. ഇത് കഴിഞ്ഞപ്പോൾ പഴുക്കുമ്പോഴേക്കും ഇതൊക്കെ ഫസ്റ്റിൽ നമുക്ക് ഈൽഡാണെങ്കിൽ ഒരു 1/2 കിലോന്ന് മേലെ ഉണ്ടായിരുന്നു. ഫസ്റ്റിൽ ഈൽഡൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ സീസൺ തീർന്ന് വരുമല്ലോ.
ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പല ടൈപ്പുകളാണ്. റെഡും യെല്ലോ ഒക്കെ ഉണ്ടാവും അല്ലേ? അതെല്ലാം നമുക്ക് ബ്ലാക്ക് സുർണാഞ്ചെറി, ആലുപോക്കൊക്കെ ഉണ്ട് അവിടെ. ഇത് നമുക്ക് നാൻഡോക്കുമൈൻ്റെ പർപ്പിൾ കളറാണ്. പർപ്പിൾ വരുന്നുണ്ടല്ലേ? നാൻഡോക്കുമൈൻ്റെ നമുക്ക് ഒരു നാൻഡോക്കുമൈൻ്റെ 3 കളറും ഉണ്ട്. ഇത് മാത്രമല്ല അവിടെ വലിയ ചെടികളുണ്ട്, 3 കളറും നാൻഡോക്കുമൈൻ്റെ ഉണ്ട്. നിങ്ങൾ നമ്പർ എന്ന് പറഞ്ഞാൽ 99 47 29 79 15. ഇത് വാട്സപ്പ് സെയിം നമ്പർ അല്ല, അതിൻ്റെ 730 64 62 62 450. എപ്പോഴും ഇവിടെ ഉണ്ടാവും? എങ്ങനെയാണ് മുടക്ക് ഞായറാഴ്ച ഒക്കെ തുറക്കും എങ്ങനെയാണ്? അല്ല, അത് ഞാനിതിപ്പോൾ ഏതും തുറന്നൊന്നും ഇരിക്കണില്ല. വരുന്ന ആൾക്കാർ വരുമ്പോൾ വിളിക്കുമ്പോൾ എടുത്തു കൊടുക്കും അല്ലേ? വീട് അടുത്താണ്. ശരി ശരി, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, താങ്ക് യു.